എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കോക്ടെയിൽ അധ്യായത്തിലേക്ക് സ്വാഗതം. അങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ടായി. സ്വാശ്രയത്തിലെ സമരം ഒരാശ്രയവുമില്ലാതെ പ്രതിപക്ഷം പെരുവഴിയിൽ അവസാനിപ്പിച്ചു. വരും ദിനങ്ങളിൽ കാണാനാളില്ലാതാകും എന്നതുകൊണ്ടാണത്രേ സഭാകവാടത്തിലെ നിരാഹാരം അവസാനിപ്പിക്കുന്നത്. സ്വാശ്രയത്തിൽ സമരത്തിനിറങ്ങും മുൻപ് സ്വയം ആശ്രയം എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രതിപക്ഷം നോക്കണമായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന സമരനാടകം മുഖ്യമന്ത്രി തന്നെ കുളമാക്കി കൊടുത്തു. സമരം നടത്തിയവർക്ക് ഗംഭീര സ്വീകരണം ഏർപ്പാടാക്കി തടിയൂരാനുള്ള ഐഡിയയും പ്രതിപക്ഷ നേതാക്കൾക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിരാഹാരം കിടന്നവർക്ക് അത്രയും ദിവസത്തെ തടി പോയി കിട്ടി എന്നല്ലാതെ വേറെ ഗുണം ഒന്നും ഉണ്ടായില്ലല്ലോ. ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടതന്നെ. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടം, അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. പാവപ്പെട്ട ജനങ്ങളെ ഏറ്റെടുത്തു ഈ സമരം. മുൻ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ സമരം വിജയിച്ചിരിക്കുക. ജനങ്ങൾ ഉയർത്തെഴുന്നേൽത്തിരിക്കുന്നു എന്നാണ് ഈ സമരം വിജയിപ്പിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും, എല്ലാ പ്രവർത്തകരെയും, എല്ലാ അഭ്യുദയകാംക്ഷികളെയും RSPയുടെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും അഭിവാദനം. ഇവിടെ വന്നുകൂടിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും പ്രിയമുള്ള നാട്ടുകാർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അപ്പം കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നു. ഈ സമരത്തോടെ ഒരു കാര്യം ബോധ്യപ്പെട്ടു. അതായത് കാള പറ്റൂ എന്ന് കേട്ടാലുടൻ കയറെടുക്കാൻ പാടില്ല. 2, പ്രതിപക്ഷത്തിന് ഇനി ഒരു സമരം നടത്താനുള്ള ധൈര്യം മുഖ്യമന്ത്രി ചോർത്തിക്കളഞ്ഞു. എന്തായാലും ഒറ്റ സമരം കൊണ്ട് തന്നെ 5 വർഷത്തേക്കുള്ള അടി മുഖ്യൻ പ്രതിപക്ഷത്തിന് കൊടുത്തു. എന്തായാലും ഇത് ഇത്തിരി ക്രൂരമായിപ്പോയി. 11 ദിവസക്കാലം നിയമസഭയില്ല എന്നുള്ളത്, പിന്നെ നിയമസഭയില്ലാത്തപ്പോൾ അതല്ല, 11 ദിവസക്കാലം നിയമസഭയില്ലാത്തപ്പോൾ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തിയിട്ട് കാര്യമുണ്ടോ? ചെന്നിത്തലാജി ഈ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. വെളുക്കെ ചിരിക്കുന്നവരാരും ബന്ധുവല്ല എന്നൊരു ചൊല്ലുണ്ട് അങ്ങ് വടക്ക്. ഒരാഴ്ചയായി ജലപാനമില്ലാതെ ബുദ്ധിമുട്ടിയ തൻ്റെ കുട്ടികളെ രക്ഷിക്കാൻ ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ഒരു ചർച്ചയ്ക്ക് പോയതാണ് ചെന്നിത്തലാജി. പക്ഷേ മുഖ്യമന്ത്രി ചതിച്ചു കളഞ്ഞു. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞത്. നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നതിന് അവാർഡ് കൊടുക്കേണ്ട ഒരാളാണ് മുഖ്യമന്ത്രി എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായി കക്ഷി നേതാക്കന്മാരുമായും സ്പീക്കറുടെ ചേംബറിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം ഞങ്ങൾ പുറത്തു വന്നപ്പോഴാണ് നിയമസഭയുടെ ഗേറ്റിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മാനേജ്മെന്റിന്റെ പ്രതിനിധിയായ ഫസൽ ഗഫൂറിന്റെ അഭിപ്രായം പുറത്തു വരുന്നു. മുഖ്യമന്ത്രി പറയുന്നത് വളരെ വളരെ നട്ടാൽ കുരുക്കാത്ത നുണയാണ്, തെറ്റാണ്, വാസ്തവവിരുദ്ധമായ കാര്യമാണ്. ചെന്ന ഉടനെ തന്നെ മാനേജ്മെന്റുകളെ അദ്ദേഹം വേറിട്ട് കാണിയത്. നിങ്ങൾ കച്ചവടക്കാരാണ്, നിങ്ങൾക്ക് എപ്പോഴും അഭിപ്രായം മാറാം എന്ന് പറഞ്ഞ് അവരെ വളരെ മോശമായി അവർക്ക് നേരെ കുതിര കയറിയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒറ്റയ്ക്കല്ല, ഒരാളല്ല, 30 പേരിരിക്കുന്ന യോഗത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ അതിലുള്ള ആളുകളോട്. ചെന്നിത്തലാജിയെ ഇങ്ങനെ മുഖ്യമന്ത്രി ചതിച്ചുവെങ്കിലും ശരിക്കും ചതിക്കപ്പെട്ടത് സ്വാശ്രയ മാനേജ്മെൻറ്റ് മുതലാളിമാരാണ്. പാവങ്ങൾ ചില സൂത്രപ്പണികളുമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് ചർച്ചയ്ക്ക് വന്നതാണ്. പക്ഷേ മുഖ്യൻ അത് കയ്യോടെ പിടികൂടി കളഞ്ഞു അത്രേ. ഇവിടെ ആരോഗ്യമന്ത്രിയെ ഞാൻ പള്ളു പറഞ്ഞു പോലും, ആരോഗ്യ സെക്രട്ടറിയെ എന്തല്ലോ തെറി വിളിച്ചു പോലും. ഇതൊന്നും അവിടെ നടക്കാത്ത കാര്യമാണ്. നടക്കാത്ത കാര്യങ്ങൾ കെട്ടുകഥകളായി അവതരിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞങ്ങളൊരു മുന്നണിയുടെ സർക്കാരുമാണ്. സർക്കാരായാലും മുന്നണിയായാലും എല്ലാം ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നത്. സർ, ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ നാടിനെയും കുട്ടികളെയും രക്ഷാകർത്താക്കളെയും നാടിന്റെ ഭാവിയെയും കണക്കാക്കിക്കൊണ്ടെടുത്തിട്ടുള്ള ഒരു നിലപാടാണിത്. ഒരു പരിധിയോളം സ്വാശ്രയ മാനേജ്മെന്റുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അവസ്ഥ. അതിനെ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. സർ, പിടിവാശി, ദുർവാശി എല്ലാം ഉള്ളത് എനിക്കല്ല, ഈ കാണിക്കുന്ന നിലപാടുകൾക്കാണ്. ഇത് തിരുത്തി പോകാൻ കഴിയണം. നാടിന്റെ ഭാവി കണക്കാക്കിക്കൊണ്ട് ഈ നടപടികളിൽ നിന്ന് പ്രതിപക്ഷം പിന്തിരിയുകയാണ് വേണ്ടത്. സർ,
അതാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഈ വയറ്റത്തടി ഇവിടം കൊണ്ട് നിന്നില്ല. പൂജാ അവധിയുടെ പേരിൽ സഭാ സമ്മേളനം നേരത്തെ നിർത്തിക്കളഞ്ഞു. ഇനി 17-ന് മാത്രമേ സഭ കൂടൂ. അതുവരെ സഭാ കവാടത്തിൽ MLA-മാർ ആരെ കാത്തിരിക്കാനാണ്? ആ വഴി പിന്നെ ആരും വരാനില്ലാത്തതിനാലാണ് നിരാഹാരം നിർത്തിയത്. ഒരു സമരം നടത്തി UDF നേതാക്കൾ ഇച്ഛ വരച്ചുകൊണ്ടിരിക്കെ ദാ വേറൊരാൾ ഒരു കണ്ടുപിടുത്തവുമായി വരുന്നു. കുറച്ചു കാലമായി ടിയാനെ അങ്ങനെ പുറത്ത് കാണാനൊന്നുമില്ലായിരുന്നു. പറഞ്ഞു വരുന്നത് നമ്മുടെ ISIS-ന്റെ നോട്ടപ്പുള്ളി സുരേന്ദ്രൻജിയെക്കുറിച്ചാണ്. സ്വാശ്രയക്കാരോട് സർക്കാർ പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് സുരേന്ദ്രൻജി കണ്ടുപിടിച്ചത്. സംസ്ഥാനത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം, ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ സർവ്വമേഖലകളിലും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. നിർലജ്ജം ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെൻറ്റുകളുമായിട്ട് ഈ ഗവൺമെൻറ് ഒത്തുകളിക്കുക. സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ കൊള്ളയ്ക്ക് പരസ്യമായിട്ട് അവർ കൂട്ടുനിൽക്കുക. ഇത് വെറുതെ കൂട്ടുനിൽക്കുന്നതല്ല, പണം വാങ്ങിയിട്ടാണ് ഈ തട്ടിപ്പെല്ലാം. സ്വാശ്രയ മാനേജ്മെൻറ്റുകളിൽ നിന്ന് വലിയ തോതിൽ കോഴപ്പണം CPM കൈപ്പറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഷ്ടപ്പെട്ട് നിരാഹാരം നടത്തി കുളം തോണ്ടിയ UDF നേതാക്കൾക്ക് പോലും ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്താൻ കഴിഞ്ഞില്ല. ഇതൊക്കെ കേട്ടിട്ട് ISIS-കാർ അവരുടെ ഭീഷണി പിൻവലിക്കാൻ സാധ്യതയുണ്ട്. ഈ സമരത്തിരക്കിനിടയിൽ ഒരാൾ പാത്തും പതുങ്ങിയും രക്ഷപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. മറ്റാരുമല്ല, നമ്മുടെ മാണി സാറിനെ പറ്റിയാണ്. കോഴി കുംഭകോണത്തിൽ മാണി സാറിനെതിരെയുള്ള കുരുക്ക് മുറുക്കാൻ കോടതി പറഞ്ഞത് ആരും ഇതിനിടയിൽ കേട്ടില്ല. എന്തായാലും ഈ കോഴിയെ പിടിക്കാൻ ജേക്കബ് തോമസ് കുറുക്കൻ സദാ നോക്കി നടപ്പുണ്ട്.